ഇന്ന് നമുക്കൊരു ആലപ്പി ഫിഷ് കറിയുടെ റെസിപ്പി കാണാം. കേരളത്തിലെ മീൻകറികൾ പല തരത്തിലുണ്ട്, പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു മീൻകറിയാണ് ആലപ്പി ഫിഷ് കറി. മിക്ക റെസ്റ്റോറൻറ്റിലും നമുക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പി ഫിഷ് കറി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മെനു കാർഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ആലപ്പി ഫിഷ് കറി എത്രത്തോളം ഫേമസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇത് പൊറോട്ട, വെള്ളയപ്പം അല്ലെങ്കിൽ ഇടിയപ്പം, പത്തിരി അങ്ങനെയുള്ള പലഹാരങ്ങളുടെ കൂടെയും ഇത് നല്ല ടേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 20 ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. 2 പഴുത്ത തക്കാളി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒരു 12 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചിട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെക്കുക. പിന്നെ പച്ചമാങ്ങയുടെ അളവെന്ന് പറയുന്ന പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അടുപ്പിലോട്ട് വെക്കുന്നത്. ആദ്യം ഇതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലേറ്റിൽ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇല്ലേ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ചുവന്നുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കറിക്കൊരു കുറുകലും കിട്ടും, ഒരു കളറും ഒക്കെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എരിവ് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പുകല്ലാണ്. ഉപ്പുകല്ല് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പൊടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കല്ല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് നല്ലപോലെ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വാളംപുളിയാണ്. വാളംപുളി ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളി എടുത്ത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒഴിക്കണം. അപ്പോൾ പച്ചമാങ്ങ ഇല്ലാത്തവർ വാളംപുളിയുടെ അളവ് കൂട്ടിയിട്ട് വാളംപുളി വെച്ചിട്ട് നിങ്ങൾ പുളി ക്രമീകരിച്ചെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇത്ര ഇൻഗ്രീഡിയൻസ് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കുക. ഈ തക്കാളിയൊക്കെ നല്ലപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഈ ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ പാകമാണോ നോക്കുക. പുളിയും പാകമാണോ നോക്കുക. പിന്നെ മാങ്ങ വെന്ത് വരുമ്പോൾ ബാക്കിയും കൂടി പുളി ഇറങ്ങും. ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകമായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് മുളക് പൊടി കൂടി വേണമെന്ന് തോന്നി. എരിവ് അല്പം കുറവാണ്. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് വെന്ത് വരുമ്പോൾ കുറച്ചും കൂടി എരിവ് വന്നോളും. അപ്പോൾ മൊത്തം മുളക് പൊടി ഇവിടെ ഒരു 3.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിരിയമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇവിടെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാളാഞ്ചി എന്ന് പറഞ്ഞ മീനാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാളാഞ്ചിയുടെ തല പോലത്തെ പീസുകൾ ആദ്യം തന്നെ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് തലഭാഗം ചെറിയ കഷ്ണങ്ങളായിട്ട് 2-3 പീസ് ഉണ്ടായിരുന്നു. അത് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം തീ ഓണാക്കാനായിട്ട്. തീ ഓണാക്കി ഈ തലയും മാങ്ങായും എല്ലാം കൂടി ചേർന്ന് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് ബാക്കി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാളാഞ്ചി പോലത്തെ മീൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ മീൻ കറി പാകമായി വന്നപ്പോൾ. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ച്
തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, മാങ്ങയൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആകുകയുള്ളൂ. അപ്പോൾ കറിവേപ്പില എത്രത്തോളം നിങ്ങളുടെ കയ്യിലുണ്ടോ അതനുസരിച്ചൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ തവി വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ആ ചാറൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഉപ്പും പുളിയും എല്ലാം പാകമാണോ എന്നൊക്കെ ചെക്ക് ചെയ്തു. എല്ലാം നല്ല കറക്റ്റാണ്. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേവിക്കാം. മീൻ അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് ചേർക്കാനായിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടുന്നത്. 50 ഗ്രാം കോക്കനട്ട് മിൽക്ക് പൗഡർ നമ്മൾ ഏതെങ്കിലും ഒരു ബൗളിലോട്ട് എടുക്കുക. അതിലോട്ട് 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് കട്ടി തേങ്ങാപ്പാലാക്കി സൈഡിൽ മാറ്റി വയ്ക്കുക. കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് സാധാരണ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് തേങ്ങ ചിരണ്ടിയതിലോട്ട് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുക. അത് നിങ്ങൾക്ക് ഈ കറിയിലോട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ ആക്കി എടുത്ത് വെക്കുക. എന്നിട്ട് മീൻ തിളയ്ക്കുന്ന സമയത്ത് നമുക്കിനി ചേർത്ത് കൊടുക്കാം. വെന്തൊക്കെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ തേങ്ങാപ്പാൽ. ഇവിടെ മീൻകറിയൊക്കെ നല്ല തിളച്ച് വെന്ത് പാകമായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ പിന്നെ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ കഷ്ണങ്ങൾ. ഇനി ഇതിലോട്ട് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ ഇളക്കി കൊടുക്കുക. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. അതായത് മീൻ കഷ്ണങ്ങൾ 1 കിലോയോളം ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു വലിയ കാളാഞ്ചി വാങ്ങിയിട്ട് കൂടുതൽ പീസുകൾ പൊരിക്കാനായിട്ടൊക്കെ മാറ്റിയതിന് ശേഷമുള്ള തലയും കുറച്ച് പീസുകളൊക്കെ ആയിട്ടാണ് ഞാനിവിടെ 1 കിലോ എടുത്തത്. 1 കിലോ മുതൽ ഒരു 1.5 കിലോ വരെയുള്ള കറിക്ക് പറ്റിയ രീതിയിലുള്ള കൂട്ടിൻ്റെ അളവുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ചട്ടിയിൽ പിടിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ ഇളക്കി കൊടുക്കുന്ന കാര്യം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഉപ്പും പുളിയും എല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഈ കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കാം ഈ ചട്ടി. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി ആലപ്പി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പതുക്കെ ഒന്ന് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചോറിൻ്റെ ഒപ്പമോ ചപ്പാത്തിയുടെ ഒപ്പമോ അല്ലെങ്കിൽ പൊറോട്ട അപ്പോൾ ഐറ്റംസിൻ്റെ എല്ലാം കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പീസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.